ഫാൻസ് എത്ര ഉണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് ഫാൻസ് എത്ര ഉണ്ടെന്നുള്ളൊരു ബോധ്യം അനീഷിന് ഉണ്ടായത്. വീട്ടിലുള്ള പല സാധനങ്ങളും വിറ്റിട്ട് വരെ പലരും അവിടെ PR പൈസ കൊടുത്ത് നിന്നവരുണ്ട് ബിഗ് ബോസിൽ ഈ സീസണിൽ പോലും. രാജകുമാരിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അനീഷിന്റെ സപ്പോർട്ട് എത്രയുണ്ട്, അനുമോളുടെ സപ്പോർട്ട് എത്രയുണ്ടെന്ന് മനസ്സിലായത്. രേണു എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ മറ്റൊരു വേർഷൻ അനീഷ് എടുത്ത പോലെയാണ്. മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അനുമോദ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. അത് ദൈവത്തെ ഓർത്ത് എല്ലാവരും മനസ്സിലാക്കാം. ബിൻസിയും അതുപോലെ ബിന്നിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടും എന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനീഷ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു, അത് എടുത്തിരിക്കുന്നതെന്ന് ഒരു പക്ഷേ കറക്റ്റ് ആയിട്ട് കൺവേ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു കമന്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അനീഷും അനുമോളും തമ്മിലുള്ള ഇൻസ്റ്റാ ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് പറ്റിയവര് സാധാരണ ഇവരിങ്ങനെ അല്ലല്ലോ, അങ്ങനെ വഴക്കോ അങ്ങനെയൊന്നും ഇല്ല, നല്ല രീതിയിൽ പോവാണ്. അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അനു ഒന്നും പ്രതികരിക്കാറില്ല, അനീഷ് ഒന്നും പ്രതികരിക്കാറില്ല. അത് അതിന്റെ വഴിക്ക് വിട്ടുപോകുന്ന പ്രകൃതമാണ് രണ്ടുപേരും കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പെട്ടെന്ന് ഇവർക്ക് എന്ത് പറ്റി എന്നുള്ളൊരു സംശയം പൊതുവെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഹൈപ്പൊക്കെ കൊടുക്കാം കേട്ടോ. അനീഷും അനുമോളും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്താണെന്നുള്ളത്. അനീഷ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 അനീഷിനാണ് ആ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഈ അംഗീകാരം കൊടുത്തിരിക്കുന്നത്, പ്രൈസ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അവാർഡ് കൊടുത്തിരിക്കുന്നത് അനുമോളുടെ കയ്യിൽ നിന്നുമാണ് അനീഷ് അത് വാങ്ങിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടപ്പോൾ അനീഷ് അതൊരു കുറച്ചിൽ പോലെ ഫീൽ ചെയ്തു. അനുമോളുടെ കയ്യിൽ, തന്റെ സഹ മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്നും ഒരു മൊമെന്റ് മേടിക്കേണ്ടി വന്ന ഒരു കുറച്ച് ഈഗോയും കുറച്ച് അസൂയയും കുറച്ച് കുശുമ്പും ഉള്ള ഒരു വ്യക്തിക്ക് എന്താണോ തോന്നുന്നത് അതാണ് അനീഷിന് തോന്നിയിരിക്കുന്നത്. അത് അനീഷ് എങ്ങനെയെങ്കിലൊക്കെ എക്സ്പ്രസ് ചെയ്യണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അവാർഡ് കിട്ടിയതിന്റെ ഒരു സന്തോഷ വാർത്തയുമായി കൂടാതെ അനുമോൾക്കുള്ള ഒരു കുത്തുവായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടത്. അത് മൊത്തത്തിൽ അങ്ങോട്ട് പരന്നു വൈറലായി. എല്ലാവർക്കും അത് തോന്നി. അനീഷിനെ സപ്പോർട്ട് ചെയ്തവർക്ക് പോലും പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്, എന്താണ് അനീഷ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേ, എന്തുകൊണ്ട് അനുമോൾ ഇത്ര കുറച്ച് കണ്ടു. ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോളെ എല്ലാവരും ബിഗ് ബോസ് വിന്നർ എന്ന് തന്നെയാണ് അനുമോളെ പറയുന്നത്. മുമ്പ് അനുമോള് സ്റ്റാർ മാജിക് പോലെയുള്ള കോമഡി പരിപാടിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അനുവിൻ്റെ ഏഷ്യാനെറ്റിൽ പുതിയ ഷോയും കാര്യങ്ങളൊക്കെ വരാനായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ അതിനെല്ലാം അപ്പുറം അനുമോളെ ബിഗ് ബോസ് വിന്നർ എന്നുള്ള പരാമർശമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ആരെന്തും അനുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് വിന്നർ എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ ഷോയോടുള്ള റെസ്പെക്റ്റ് ആയിരിക്കും. പക്ഷെ അനീഷ് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ അനുമോളെ വളരെ പുച്ഛത്തോടുകൂടി വളരെ നിസ്സാരമായിട്ട് പറയുന്നത് കണ്ട് ആ ഒരു പോസ്റ്റിൽ മെൻഷൻ ചെയ്തപ്പോൾ അത് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ ചെയ്തത്? ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. രാജകുമാരിയുടെ ഫംഗ്ഷന് പോയപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് എന്തു പറ്റി? അതിനുശേഷമാണ് പ്രശ്നങ്ങൾ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് പോകുന്ന ആദ്യത്തെ ഫംഗ്ഷൻ ഒരുപക്ഷെ രാജകുമാരിയുടെ ആണോ? അതിന് മുമ്പ് ഇതിൽ പോയിട്ടുണ്ടോ? എന്തൊരു പുസ്തക പ്രദർശനം എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാജകുമാരിയുടെ ഇതിന് പോയി കഴിഞ്ഞപ്പോഴാണ്, ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോഴാണ് അനീഷിന്റെ പെയ്ഡ് ഫാൻസ് എത്ര ഉണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് ഫാൻസ് എത്ര ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അനീഷിന് ഉണ്ടായത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് കൊടുത്ത് പൈസ കൊടുത്ത് PR കൊടുത്ത് നമ്മൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് പോയിട്ടുള്ള ഓരോരുത്തർക്കും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. വോട്ടിന് വേണ്ടി ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുക. അവരുടെ വീട്ടിലുള്ള പല സാധനങ്ങളും വിറ്റിട്ട് വരെ പലരും അവിടെ PR പൈസ കൊടുത്ത് നിന്നവരുണ്ട് ബിഗ് ബോസിൽ ഈ സീസണിൽ പോലും. അവർക്ക് സ്വത്തായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് PR പൈസ കൊടുത്ത് വീട്ടിൽ പിടിച്ചു നിന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. സീസണിൽ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ഇത്രയും ലക്ഷങ്ങളൊന്നും കൊടുത്ത് നിങ്ങൾ PR ഒന്നും കൊടുത്ത് പോകണ്ട. അതാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള അവസ്ഥയായിരിക്കും. ഒരു മനുഷ്യന്റെ വില ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. അയ്യോ സപ്പോർട്ടും ഇല്ല, പ്രേക്ഷകരും ഇല്ല, പൈസയും പോയി എന്നുള്ള അവസ്ഥയിലാവും. വൃത്തിയിൽ പോയി അവിടെ കളിച്ചാൽ മതി. നമ്മുടെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. നന്നായി കളിക്കുന്നവരെ നമ്മുടെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. നമ്മളിലുള്ളൊരു കഴിവ്, ഒരു വിശ്വാസം മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അടുത്ത സീസൺ തുടങ്ങാൻ പോവുകയാണ്. കുറച്ചുപേരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോവാൻ താല്പര്യപ്പെട്ടിനെ കാത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ വിളി കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലക്ഷങ്ങളൊന്നും കൊടുത്തിട്ട് PR കൊടുത്തിട്ടൊന്നും പോവല്ലേ. നിങ്ങൾ നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് കളിച്ചാൽ മതി. സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളൊക്കെ ഇവിടെ പുറത്ത് ഒരുപാട് പേരുണ്ട്. നിങ്ങൾ നന്നായി കളിച്ച് നല്ല കണ്ടന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരാൾക്ക് 1 രൂപ പോലും കൊടുത്ത് നിങ്ങൾ PR കൊടുത്ത് പോവേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത്
അതവിടെ ഇരിക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അനീഷ് ഇപ്പോൾ രാജകുമാരിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അനീഷിൻ്റെ സപ്പോർട്ട് എത്രയുണ്ട്, അനുമോളുടെ സപ്പോർട്ട് എത്രയുണ്ടെന്ന് മനസ്സിലായത്. അതിൻ്റെ ഇടയിലും കുറെ കോമഡി കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അനീഷും അനുമോളും തമ്മിലുള്ള അകലം കൂടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ നിങ്ങൾക്കറിയാം, അനീഷ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആരും അറിയപ്പെടാത്ത രീതിയിലേക്ക് അനീഷ് താഴെ താഴെ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വയം അനീഷിന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അനീഷ് ഇപ്പോൾ രേണുവിൻ്റെ പാത എടുത്തിരിക്കുന്നത്. രേണു ഇപ്പോൾ അറിയാലോ, എവിടെ പോയാലും അനുമോൾ നാമജപമായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കണ്ടല്ലോ, കസിംബ്രോയെ വിളിച്ച് ക്യാമറ കാണിച്ച് ഒരു മയക്കും വാങ്ങിച്ചു കൊടുത്ത് അവനെ കൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു. ആള് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി രേണുവിന് കിട്ടുന്നു. അതുപോലെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ രേണു അനുവിൻ്റെ പേരിൽ കുറച്ച് അങ്ങോട്ട് പിടിച്ചു നിന്നു. അപ്പോൾ അനീഷിന് തോന്നിയ ആ ഒരു ബുദ്ധിയായിരിക്കും, കൊള്ളാലോ, അപ്പോൾ അനുമോളെ പിടിച്ച് എനിക്കും ഒന്ന് നിന്നാലോ, എനിക്ക് നിൽക്കാൻ പറ്റിയാലോ എന്നുള്ളൊരു തോന്നലാണോ അനീഷ് ഇപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ്, മനസ്സിലൊരു ദേഷ്യവും കുശുമ്പും ഉണ്ട് ഇവർ തമ്മിൽ. ഒരു അനുവിനോട് ദേഷ്യം അസൂയൊക്കെ അനീഷിന് പലപ്പോഴും ഉണ്ട്. പല ഫംഗ്ഷനിലും അനീഷ് അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ കാണാൻ വന്നിട്ടുള്ള കാണികൾ പലരും നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അനീഷ് എന്തിൻ്റെയൊക്കെ പേരാണ് അവിടെ ഓരോന്ന് കാട്ടിയിട്ടുള്ളത്, ദേഷ്യപ്പെട്ടിട്ടുള്ളതെന്നും അനീഷിൻ്റെ തനി സ്വഭാവം എന്താണെന്നും കണ്ടവരും കേട്ടവരും എല്ലാം വന്ന് നമ്മളോട് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ പോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. വിജയിക്കും നിങ്ങളൊന്ന് ഓർക്കണേ, ഇത്ര ലക്ഷങ്ങളൊക്കെ കൊടുത്ത് PR കൊടുത്തു പോയിട്ട് വിജയിക്കാൻ പറ്റാണ്ട് വന്ന ഒരാളുടെ ആ ഒരു നിസ്സഹായാവസ്ഥ, അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതൊക്കെ ആയിരിക്കും എന്ന് കരുതി പലരും അത് തള്ളിക്കളഞ്ഞു. അസൂയ കുശുമ്പ് പോട്ടെ. ഇപ്പോൾ അനീഷിന് ഒന്ന് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി രേണു എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ മറ്റൊരു വേർഷൻ അനീഷ് എടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവനാണ് സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കണ്ണടച്ച് കളയുന്ന അനീഷ് എന്തുകൊണ്ട് ഇത് റിയാക്ട് ചെയ്യുന്നു? അനീഷ് ഒരു സ്റ്റോറി ഇട്ട്, അനീഷിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ അത് ചർച്ചയായി ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടി അനീഷിൻ്റെ തലയിൽ തോന്നിയ ഒരു സൂത്രശാലിയുടെ ബുദ്ധിയാണോ ഇത്? എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. രേണു വെട്ടിവെച്ച വഴിയിലൂടെ ഓരോരുത്തർ ഇപ്പം നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും രേണു ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രേണുവിനെ അഭിമാനിക്കാം. അനീഷ് വരെ രേണുവിൻ്റെ സ്ട്രാറ്റജി കോപ്പി ചെയ്ത് തുടങ്ങിയിട്ടോ. അങ്ങനെയാണല്ലോ ഓരോ സീസണിലും, ഓരോ അകത്താണെങ്കിലും പുറത്താണെങ്കിലും അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ അനീഷ് അങ്ങോട്ട് ചാമ്പും. ഈ രേണുവിൻ്റെ സ്ട്രാറ്റജിയും ചാമ്പ്യൻ അങ്ങോട്ട് കരുതിയാൽ മതി അല്ലേ. നമുക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ ഞാൻ കമൻറ്റ് ഇട്ടിട്ട് റിപ്ലൈ കൊടുത്തു. പിന്നെ നമ്മൾ കമൻറ്റ് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഇതുപോലെ പറയണ പോലെ ആയിരിക്കില്ല. ടൈപ്പ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിലാണോ, ഹാപ്പി ആയിട്ടാണോ, ചിരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ദേഷ്യത്തിൽ പറയുകയാണോ എന്നുള്ളത് ഓപ്പോസിറ്റുള്ള ആൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കമൻറ്റ് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ വളരെ ഫണ്ണായിട്ട് വളരെ ചിരിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കമൻറ്റ് ഇടുന്നത്. ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് കേട്ടോ, അത് കണ്ടപ്പോൾ എനിക്കത് ജെന്യുവനായിട്ട് തോന്നി. എന്നെ ആരും തെറി വിളിക്കരുത്, എൻ്റെ തോട്ട് മാത്രമാണ്. കമൻറ്റ് ഇടുന്നേക്ക് മുമ്പ് ഒരു മുൻകൂർ ജാമ്യമൊക്കെ ആൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നടക്കുന്ന അനുമോൾ അനീഷ് ഫൈറ്റ് രണ്ടുപേരും ചേർന്നുള്ള പക്ക ഡ്രാമയാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ബിന്നിയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അനുമോൾ പ്രതികരിച്ചില്ല. ഇന്നലെ അനീഷ് ബിഗ് ബോസ് വിന്നർ എന്ന് മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടേക്കുന്നു. അനു സാധാരണ ഇതൊക്കെ മൈൻഡ് ചെയ്യാത്ത ആളാണ്. അതുപോലെ അനീഷിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അനീഷ് ആരും എന്തൊക്കെ പറഞ്ഞാലും ഒന്നും മൈൻഡാക്കാത്തന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മൈൻഡാക്കാത്ത വ്യക്തിയുമാണ്. അനീഷിനെ കുറിച്ച് സ്ത്രീവിരോധി എന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും പ്രതികരിക്കാത്ത ആളാണ്. അന്ന് ആ അനീഷ് അനുമോൾക്ക് റിപ്ലൈ ആയിട്ട് സ്റ്റോറി ഇടുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഈ ബിഹേവിയർ എന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മൈൽ സ്റ്റോൺ പ്രോഗ്രാമിന് റീച്ച് ഉണ്ടാകാൻ വേണ്ടിയാണോ? ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷേ ഇന്നലെ ഇതേക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, അനുമോൾ ആയാലും അനീഷ് ആയാലും ആരെക്കുറിച്ചും ബി കഴിഞ്ഞിട്ട് ഇതുവരെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ രണ്ടും ഇങ്ങനത്തെ സ്റ്റോറി ഇടാൻ കണ്ടപ്പോൾ ഫേക്ക് ഫൈറ്റ് ആണോ എന്നൊരു ഡൗട്ട്. രണ്ടുപേരും കണ്ടന്റ് ഉണ്ടാക്കാൻ മിടുക്കർ ആണേ. എൻ്റെ തോട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ചിലപ്പോൾ ശരിയാകാം, തെറ്റുമാകാം. നോ തെറിവിളി പ്ലീസ്. തെറിവിളി പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ചിന്തിച്ച് വളരെ നല്ലൊരു കമൻ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ
വളരെ ചിന്തിച്ചിട്ടുള്ളതാണ്. ആ ഒരു വാക്കുകൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. ആളുടെ ചിന്തിച്ചിട്ട് ആൾക്ക് തോന്നിയ തോട്ടാണ് നമ്മളോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത്, ആ കമന്റ് ഇട്ടിരിക്കുന്നത് വിദ്യാലക്ഷ്മിയാണ്. വിദ്യാലക്ഷ്മിയുടെ ചിന്തയോട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കറക്റ്റായിട്ട് നമുക്ക് തോന്നും. എനിക്ക് തോന്നുന്നില്ല അനുമോള് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഷോയ്ക്ക് ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അനുമോൾ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി സ്റ്റോറി ഇട്ടതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെയല്ല സത്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ അനീഷിന് ഒരു കണ്ടന്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനീഷിനൊന്ന് സോഷ്യൽ മീഡിയയിലൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് അനീഷ് ഒപ്പിച്ച ഒരു കണ്ടന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ മനഃപൂർവ്വം അനീഷിന് ബിഗ് ബോസ് വിന്നർ എന്നുള്ളത് മറച്ചു വെച്ചിട്ട് ചില കോമഡി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള പേര് ആദ്യം മെൻഷൻ ചെയ്തത് അനീഷാണ്. അനീഷ് എന്തിനങ്ങനെ ചെയ്തു? അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ, അതായത് ആ അനീഷ് ഇട്ട പോസ്റ്റും ഇപ്പോൾ വിദ്യാലക്ഷ്മിയുടെ തോട്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാലക്ഷ്മി പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് മൈൽ സ്റ്റോണിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല അനീഷ് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾ. സ്വയം ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വയം കണ്ടന്റ് എന്ന് പറയുന്നില്ല, സ്വയം ഒരു റീച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വയം തൻ്റെ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അനീഷ് ചെയ്ത ഒരു ഇതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇത് വിദ്യാലക്ഷ്മി എന്നല്ലേ, വിദ്യാലക്ഷ്മിയുടെ ഒരു തോട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പലതരത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് സംഭവം എന്നുള്ളത്. കാരണം ഇതിലെ ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അനീഷിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം നല്ലോണം മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതിൽ വളരെ സന്തോഷം. വിദ്യാലക്ഷ്മിയുടെ കമൻറ്റിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ കുറച്ച് കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഒരു വീഡിയോ ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ കമൻറ്റ് വായിക്കാം. കാരണം ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് എടുത്തിരിക്കുന്നതെന്ന് ഒരു പക്ഷേ കറക്റ്റായിട്ട് കൺവേ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു കമൻറ്റ് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. രേണുവിൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ കുബുദ്ധിയിൽ തോന്നിയ ഒരു പരിപാടിയായിരുന്നു ക്യാമറമാനെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുക, ഓരോ മീഡിയാസിന് അയച്ചു കൊടുക്കുക, അവരങ്ങനെ ഇടും, അവർക്കും റീച്ച്, രേണുവിനും റീച്ച്, അങ്ങനെ പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ നടക്കും, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളത് രേണുവിൻ്റെ ഒരു തലയിൽ തോന്നിയ ഒരു ഐഡിയ. രേണു അത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ അനീഷിന് തോന്നി, അത് നമ്മളെല്ലാവരും കൂടി പൊളിച്ചെടുക്കി കയ്യിൽ കൊടുത്തല്ലോ. കണ്ടന്റ് അല്ല ഇതെന്ന് വെച്ചാൽ ആൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, പ്രേക്ഷകരിടയിൽ മനസ്സിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അനുമോളുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളെ റിയാക്ട് ചെയ്യുന്നു. അനുമോളെ കരുവാരിത്തേക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടോ അനീഷിന്റെ പേരൊന്ന് തിളങ്ങി നിൽക്കുകയും ചെയ്യുമല്ലോ. എന്തൊക്കെ നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും അനീഷിന്റെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്ത മീഡിയാസ് വരും, അനീഷിന് അടുത്ത എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മീഡിയാസ് വരും, ഇതിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ അനീഷിന് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടും. അപ്പോൾ ഒന്നും കൂടി വീണ്ടും അതൊരു ചർച്ചയാകും, വീണ്ടും എന്തെങ്കിലുമൊക്കെ കൊളുത്തിടാം, അനീഷിന് അങ്ങനെ നിറഞ്ഞു നിൽക്കാം. എന്തായാലും രേണുവിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ രേണുവിൻ്റെ സ്ട്രാറ്റജി കടമെടുത്തുകൊണ്ട് അനീഷ് ബ്രോ അടിപൊളി. എനിക്ക് കുറച്ച് പേര് എന്നോട് പറഞ്ഞു അനുമോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇടണ്ടായിരുന്നു, എന്തിനാണ് ചേച്ചി അങ്ങനത്തെ ഒരു പോസ്റ്റ് അനു ഇട്ടത് എന്നൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു മറുപടി, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കും പലതരത്തിലായിരിക്കും ഫീലിങ്സ് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ പോലെ അനുമോള് അത്രത്തോളം, അനുമോളൊന്നല്ല കേട്ടോ, അവിടെയുള്ള ഓരോരുത്തരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് നിന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത്രയൊക്കെ ഫെയിം അവർക്കുണ്ട്, ഇത്രയൊക്കെ കിട്ടും, എന്തൊക്കെ വലിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളെ പോലെയുള്ള ഒരു പച്ച മനുഷ്യരല്ല അവർക്ക് അവരുടെ വീട്ടുകാരെ കുറിച്ചുള്ള അറിവില്ല, അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല, ബിഗ് ബോസിന്റെ ടാസ്ക് പുറത്ത് അവരുടെ ഇമേജ് എന്തായിരിക്കും എന്നറിയില്ല, പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് അവരവരുടെ ആ 100 ദിവസം വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തരും പുറത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ അനുമോൾ പുറത്തിറങ്ങി വിന്നർ എന്നൊരു പദവി കിട്ടിയിട്ട് ആ വിന്നർ എന്നുള്ളൊരു പദവി ഒരിടത്തും അംഗീകരിക്കാത്ത രീതിയിൽ കൂടെ മത്സരിച്ച, അത് ടോപ്പ് 5 ഉണ്ടായിരുന്ന അനീഷിന് അത്രത്തോളം റെസ്പെക്ട് അനുമോൾ കൊടുത്തിട്ടുണ്ട്. വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിലും പുറത്തിറങ്ങിയിട്ടാണെങ്കിലും. അപ്പം അനീഷിനെ പോലെയുള്ള ഒരാൾ നിസ്സാരമായിട്ട് അനീഷ് പെരുമാറുന്ന ഒരു പക്ഷേ അനുമോള് വിചാരിച്ച് കാണില്ല. അപ്പോൾ അനീഷിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അനുമോൾ അത് റിയാക്ട് ചെയ്തിട്ട് സ്റ്റോറി ഇട്ടതായിരിക്കാം. ഇപ്പോൾ ഈ കമൻറ്റിൽ തന്നെ വിദ്യാലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, അനുമോൾ അങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണല്ലോ, ബിൻസിയും അതുപോലെ ബിന്നിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടും അനുമോൾ ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനീഷ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു, അനീഷും അങ്ങനെ ഇങ്ങനെയൊന്നും പറയാത്ത ആളാണ്, പിന്നെ എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. അനീഷിന് അത്രത്തോളം റെസ്പെക്റ്റും അല്ലെങ്കിൽ അത്രത്തോളം വാല്യൂ അനുമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രവൃത്തി ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. ജെനുവിൻ പേഴ്സൺസ് അങ്ങനെയാണ്. നമുക്ക്
നമ്മുടെ ഇമേജോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും നമ്മൾ നോക്കൂല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്തു നിന്നും നമുക്ക് ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എന്താ പറയുക, നമുക്കൊരു ബോധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അനുവിനൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കും, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാം. പക്ഷേ അത് ചിന്തിച്ചിട്ടും ഉണ്ടാകും, അത് അനുവിന് അറിയാൻ താനും. പക്ഷെ എന്നിട്ടും അനു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വാല്യൂ അനുമോള് അനീഷിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷ് ഒരു വാല്യൂവും കൊടുക്കാതെ അനുമോൾക്കെതിരെ ഇങ്ങനെ വന്നപ്പോൾ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അനു അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. അത് ദൈവത്തെ ഓർത്ത് എല്ലാവരും മനസ്സിലാക്കാം. എന്തായാലും അടുത്ത സീസൺ ആവാറായി, ഇനി 2 മാസവും കൂടി ഉള്ളൂ ഇവരുടെയൊക്കെ ഒരു കത്തിക്കല്. ആ കത്തിക്കലില് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കേട്ടോ അവര്, അങ്ങനെ കരുതിയാൽ മതി. ഇനി എന്തൊക്കെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും